നിങ്ങൾ പ്ലാന്റഡ് അക്വേറിയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നുകിൽ നമ്മൾ ഈ ചെടികൾ വാങ്ങുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അതായത് ഓരോ ചെടികൾക്കും ഓരോ രീതിയിലാണ് ലൈറ്റ് റിക്വയർമെന്റ് വരുന്നത്. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ കാര്യങ്ങളെല്ലാം ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ലൈറ്റിന്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോ ലൈറ്റ് പ്ലാന്റ്സ് ഉണ്ട്, മീഡിയം ലൈറ്റ് പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈ ലൈറ്റ് പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫെർട്ടിലൈസർ നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ചെടികളും ഉണ്ട്, എന്നാൽ വേണ്ടാത്ത ചെടികളും ഉണ്ട്, അതായത് നിർബന്ധമല്ലാത്ത ചെടികളും ഉണ്ട്. അതുപോലെ തന്നെ CO2 കാർബൺ ഡൈ ഓക്സൈഡ് ഇഞ്ചക്ഷൻ വേണ്ട ചെടികളും ഉണ്ട്, എന്നാൽ അത് വേണ്ടാത്ത ചെടികളും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം വേണം പ്ലാന്റുകൾ സെലക്ട് ചെയ്യാനായിട്ട്. ഒന്നുകിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതിന് ശേഷം പോയിട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവരിക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം ക്ലിയർ ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈലൈറ്റ് ആണ് അക്വേറിയത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈലൈറ്റ് പ്ലാന്റ്സും മീഡിയം ലൈറ്റ് പ്ലാന്റ്സും ലോ ലൈറ്റ് പ്ലാന്റ്സും അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ലോ ലൈറ്റ് പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഷെയ്ഡിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല നമ്മൾ മീഡിയം ലൈറ്റ് ആണ് സെറ്റ് ചെയ്ത് കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് പ്ലാന്റ്സിന് അത് അത്ര സൂട്ടബിൾ അല്ല. എന്നാൽ ലോ ലൈറ്റ് പ്ലാന്റ്സിനും മീഡിയം ലൈറ്റ് പ്ലാന്റ്സിനും ഇത് ഓക്കെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ലോ ലൈറ്റ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലോ ലൈറ്റ് ചെടികൾക്ക് മാത്രമാണ് സൂട്ടബിൾ ആയിട്ട് വരുന്നത്. മോഡറേറ്റ് ലൈറ്റ് വേണ്ട ചെടികൾ ഓക്കെ ആയിരിക്കും, അവരുടെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കും. ഹൈലൈറ്റ് പ്ലാന്റ്സിന് അത് തീരെ സൂട്ടബിൾ അല്ല. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതുപോലെ നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ അക്വേറിയൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് കേടാവാതെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെയാണ് നമ്മൾ പ്ലാന്റ്സ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ലൈറ്റിങ്ങിന്റെ ഇഷ്യൂ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇഷ്യൂ, ഫെർട്ടിലൈസറിന്റെ ഇഷ്യൂ ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലാണ് ചെടികൾ വളരാതെ നിൽക്കുന്നത് അല്ലെങ്കിൽ കേടായി പോകുന്നതൊക്കെ. അപ്പോൾ പല വെറൈറ്റിയിലുള്ള ചെടികൾ നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹൈലൈറ്റ് നിങ്ങൾ അക്വേറിയത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ വല്ലാതെ റിസ്ക് വരുന്നില്ല, ലൈറ്റിന്റെ കാര്യത്തിൽ റിസ്ക് വരുന്നില്ല. പിന്നെ ബാക്കി നമ്മൾ ഫെർട്ടിലൈസർ, CO2 ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. എല്ലാ പ്ലാന്റ്സിനും ഇത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, അത് റിക്വയർഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് മാത്രം നമ്മൾ കൊടുത്താൽ മതി. ചില ചെടികളൊക്കെ ബേസിക് ന്യൂട്രിയൻസിൽ നിൽക്കുന്ന ചെടികളാണ്. ഈ ആമസോൺ സോഡ്, അതുപോലെ തന്നെ വാട്ടർ വിസ്റ്റീരിയ, വല്ലിസ്നാരിയ, സജിറ്റേറിയ, അതുപോലെ ജാവ ഫേൺ, അനൂബിയാസ് തുടങ്ങിയ ചെടികളൊക്കെ ബേസിക് ന്യൂട്രിയൻസും ലോ ടു മീഡിയം ലൈറ്റും ആണ് പറയുന്നത്. പക്ഷേ ഹൈ വോളിയത്തിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കാം, റൂട്ട് ടാപ്സ് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചെടികൾക്ക് അങ്ങനെ CO2 ഇഞ്ചക്ഷൻ ഒന്നും നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ്സിനെ കുറിച്ചും അതിന് വേണ്ട ലൈറ്റിംഗ് റിക്വയർമെന്റ്സ്, ഫെർട്ടിലൈസർ, CO2 ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു പ്ലാന്റഡ് അക്വേറിയം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്ലാന്റ് ഇഷ്യൂസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് ചെയ്യേണ്ടി വരും.